സുഹൃത്തേ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു കഥയുമായിട്ടാണ്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലൊരു സന്യാസി ശാന്തമായ നദീതീരത്ത് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറു തോണിയിൽ കയറിയിരുന്ന് നദിയുടെ ഓളങ്ങളെ തഴുകി അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ആ ശാന്തമായ അന്തരീക്ഷം ഇഷ്ടപ്പെട്ട അദ്ദേഹം ധ്യാനത്തിലേർപ്പെട്ടു. കുറച്ചധിക നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്ന തോണിയിൽ മറ്റൊരു തോണി വന്ന് ഇടിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദേഷ്യം രൂപാന്തരപ്പെട്ടു. കണ്ണുകൾ തുറന്ന് മറുതോണിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊരു ശൂന്യമായ തോണിയായിരുന്നു. അദ്ദേഹം അല്പനേരം നിശബ്ദനായി. ഒരു കാര്യം അദ്ദേഹം സ്വയം മനസ്സിലാക്കി. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്തു തന്നെ ആയാലും അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അത് പുറത്ത് പ്രകടമാകണമെങ്കിൽ മറുവശത്ത് ഒരു വ്യക്തി ഉണ്ടാകണം. ശൂന്യമായ അവസ്ഥയാണ് എങ്കിൽ നമുക്ക് അത് പ്രകടമാക്കാൻ കഴിയുകയില്ല. മറ്റൊരു ദിവസം മറ്റൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ഇതേ സന്യാസിയെ ആവശ്യമില്ലാതെ പരിഹസിക്കുവാനായി ഇടയായി. സന്യാസിയുടെ മനസ്സിൽ സ്വാഭാവികമായും ദേഷ്യം വന്നുവെങ്കിലും അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ശൂന്യമായ തോണിയുടെ കഥ ഓർത്തു. ആ വ്യക്തിയെ ആ ശൂന്യമായ തോണിയോട് സാമ്യപ്പെടുത്തുകയും ആ സാഹചര്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നമുക്കെതിരെ നിന്നിരുന്ന വ്യക്തി ഒരു ശൂന്യമായ തോണിയെപ്പോലെ ഒരു കഥയില്ലാത്ത വ്യക്തി ആയിരുന്നിരിക്കാം. നമ്മൾ ആ വ്യക്തിയുടെ പരിഹാസത്തിന് പ്രകോപിതനാകാതെ നമ്മുടെ കഴിവുകൾ കൊണ്ട് വിജയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന്, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന വ്യക്തിയെ പലപ്പോഴും ഓപ്പോസിറ്റുള്ള ടീം അംഗങ്ങൾ പ്രൊവോക്ക് ചെയ്ത് വിക്കറ്റ് എടുക്കുവാനായി ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ക്ഷുഭിതനായി നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം അതിനെല്ലാം മറുപടി നൽകിയത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവിലൂടെയാണ്. സുഹൃത്തേ, നമ്മുടെ ഒരു നേരത്തെ ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നേടാനാകുന്നത് വലിയ നേട്ടങ്ങളാകും. ഈ ഒരു നേരത്തെ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടമായത് വലിയ ബന്ധങ്ങളാകാം. അവയിൽ ചിലതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ സോറി പറഞ്ഞാൽ, ഒരു ചെറിയ കെട്ടിപ്പിടുത്തം നടത്തിയാൽ ഇതൊക്കെ നമുക്ക് നന്നാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബി പോസിറ്റീവ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ. നമുക്ക് ഒരുമിച്ച് വളരാം.